ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് രണ്ട് മേജർ ടെലിഗ്രാം പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. ഫസ്റ്റ് വണ്ണ് ടൈം ഫാമും സെക്കൻഡ് വണ്ണ് ബ്ലം. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രൊജക്റ്റാണ് ഈ ഒരു ടൈം ഫാമും ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പ് എപ്പോഴാണ്, ഇതിൻ്റെ ലിസ്റ്റിംഗ് എപ്പോഴാണ് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യനൊക്കെ എൻഡിങ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടൈം ഫാമിൻ്റെ അനൗൺസ്മെൻറ്റ് ഞാൻ വായിച്ചു തരാം. അപ്പോൾ ഫാമിംഗ് എൻഡ്സ് ഡ്രോപ്പ് ബിഗിൻ നെക്സ്റ്റ് സ്റ്റോപ്പ് ക്ലോക്ക് ഫാമിംഗ് പ്രോസസ് ഓൺ ജൂൺ 16. അപ്പോൾ നമ്മുടെ നമ്മൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ്സ്, ടൈം ഫാമിൻ്റെ സെക്കൻഡ്സ് പോയിന്റ്സ് ഒക്കെ ജൂൺ 16 തീയതി ആകുമ്പോൾ സ്റ്റോപ്പ് ആവും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബട്ട് യു ക്യാൻ സ്റ്റിൽ ഏൺ ത്രൂ ടൈം സ്റ്റേക്കിംഗ് ആൻഡ് കംപ്ലീറ്റ് ടാസ്ക്. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ സ്റ്റേക്ക് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ്സ് എൻഡ് ആവും. അപ്പോൾ നമുക്ക് ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എയർ ഡ്രോപ്പ് ആയിട്ട് തരാൻ പോകുന്നത് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണാണ്. നിങ്ങളുടെ എത്രത്തോളം സെക്കൻഡ്സ് പോയിന്റ്സ് ഉണ്ടോ ഇല്ലെങ്കിൽ ടോക്കൺസ് ഉണ്ടോ അതിൻ്റെ ഒരു കൺവേർഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ക്ലോക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഫസ്റ്റ് തന്നെ കിട്ടുക. ആ ഒരു കാര്യം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ദ ഡ്രോപ്പ് സ്റ്റാർട്ട് ആൻഡ് അവർ മോസ്റ്റ് ആക്റ്റീവ് യൂസർ ഗോ ഫസ്റ്റ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിൽ ആക്റ്റീവായിട്ടും അവർ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ, അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുമോ അങ്ങനെയുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ ആ ഒരു ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് എയർ ഡ്രോപ്പ് കിട്ടുമോ അങ്ങനെ ഒരു കാര്യമല്ല. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയാൽ കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യത ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് യു ഹാവ് ബീൻ വിത്ത് us സിൻസ് ദ സ്റ്റാർട്ട് ഇറ്റ്സ് ഒഫീഷ്യലി ബീൻ 1 year. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് വന്നിട്ട് 1 year ഒക്കെ ആയി. അപ്പോൾ ഒരുപാട് കാലമായി. എന്നിട്ട് ഈ പ്രൊജക്റ്റിൽ നിന്ന് എന്താണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു ലിസ്റ്റിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഒരു എയർ ഡ്രോപ്പ് ടൈമിൽ നമുക്ക് തരുമ്പോൾ നമുക്ക് എന്താണ് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫൈനൽ ചെക്സ് ഹാപ്പനിങ് നൗ, ഡോണ്ട് മിസ് യുവർ സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കണ്ടിന്യൂസ് സ്ട്രീക്കൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 1.3 ബില്യൺ സെക്കൻഡ്സ് പോയിന്റ്സ് ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സെക്കൻഡ്സ് പോയിന്റ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കമ്പൽസറി അല്ല, എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടും. പക്ഷേ ഈ ഒരു ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ അവർ ഫസ്റ്റ് എയർ ഡ്രോപ്പ് ലിസ്റ്റിൽ തന്നെ നമ്മുടെ പേര് വരും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ടൈം വാച്ചിന് അവർ ഈടാക്കുന്നത് 0.5 ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണാണ്. അത് എത്രയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈം ടോക്കൺ എന്ന് പറയുന്നത് $12. ഒരു $6 എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്ലോക്ക് അപ്ഗ്രേഡ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ചോദിക്കുന്നവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ 1 ബില്യൺ എബോ ടോക്കൺസ്, സെക്കൻഡ് ടോക്കൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാം. ഞാൻ ഒരിക്കലും ഈ ഒരു ടൈം ഫാം അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിലൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല. എനിക്ക് കിട്ടുന്നത് മതി എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ഈ പ്രൊജക്റ്റ് എന്ന് കാണുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ബ്ലമ്മിൻ്റെ കാര്യമാണ്. ബ്ലമ്മിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഈ എല്ലാ ക്രൈറ്റീരിയയും എന്ത് ചെയ്തിട്ടുണ്ടാവും, പാസ്സായിട്ടുണ്ടാവും. പക്ഷേ ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഒരു ഫോം അവർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നായിരുന്നു ഈ ഒരു ബ്ലമ്മിൻ്റെ സ്നാപ്ഷോട്ട് എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇന്നലെ രാത്രിയായിരുന്നു സ്നാപ്ഷോട്ട് എടുക്കുന്ന ഒരു സമയം. അപ്പോൾ എല്ലാവരും എലിജിബിൾ ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എലിജിബിൾ ആയിട്ടില്ല. അതിൽ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ക്രൈറ്റീരിയ കടക്കാൻ വേണ്ടിയിട്ട് ഒരു 750 മീം പോയിന്റ്സ് കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വീണ്ടും ട്രേഡ് ചെയ്തു. എന്നിട്ടും ഒരുപാട് ആൾക്കാർക്ക് അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. അപ്പോൾ മേ ബി ഇന്നോ നാളെ ആയിട്ട് പുതിയ ഒന്നും കൂടി ഒരു എലിജിബിലിറ്റി ചെക്കർ അവർ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി ചെക്കറിൽ ആൾറെഡി ഉള്ളതിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളൊരു സിബിൽ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ആളാണ്, നിങ്ങളൊരു ട്രേഡ് ചെയ്തിട്ട് 750 മീം പോയിന്റ്സിനേക്കാളും കൂടുതൽ കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എലിജിബിൾ അല്ല. അതേപോലെ തന്നെ ഇന്നലെയൊക്കെ ചെയ്ത ആൾക്കാർ ഇന്ന് എലിജിബിൾ ആവുമെന്ന് ചോദിച്ചാൽ വളരെയധികം ഡൗട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം ആൾക്കാർ കുറയുന്നു അത്രത്തോളം നല്ല രീതിയിൽ തന്നെ റിവാർഡ് കൊടുക്കാമെന്നായിരിക്കും എൻ്റെ രീതിയിൽ ഞാനൊരു കമ്പനി നടത്തുകയാണെങ്കിൽ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ എലിജിബിൾ ആക്കില്ല. അപ്പോൾ ഇവർ എലിജിബിൾ ആവാത്ത ആൾക്കാരുടെ 8 ലാഖും 10 ലാഖും ബ്ലം പോയിന്റ്സ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ ഒരുപാട് ബ്ലം പോയിന്റ്സ് ഉള്ള ആൾക്കാരും എലിജിബിൾ ആയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത് സിബിലിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് ഗെയിം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ബഗ്ഗായിട്ട് അവർ കണക്കായിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കണം റീസൺ എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എലിജിബിൾ ആണോ എന്ന് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. പക്ഷേ എനിക്ക് എത്രത്തോളം പോയിന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങളുടെ എത്രയൊന്നുമില്ല. എനിക്ക് 1 lakh പോയിന്റ്സ് എന്തായാലും ഉണ്ട്. 750 മീം പോയിന്റ്സ് ഞാൻ എടുത്തിട്ടില്ല. പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും
ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റഫറലുണ്ട്, സിബിൽ ചെക്ക് ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി അവർ സ്നാപ്ഷോട്ട് എടുത്തതിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ചെക്സ് ഔട്ട് സ്നാപ്ഷോട്ട് ടേക്ക് ടൈം ടു ബ്ലം അപ്പ്. അപ്പോൾ എന്താണ് അടുത്തത് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, ടോക്കണോമിക്സ് ആൻഡ് എക്സ്പെക്റ്റഡ് എറൗണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ നമുക്ക് എന്താണ് ഇതിൽ എത്രത്തോളം ടോക്കണാണ് കമ്മ്യൂണിറ്റി കിട്ടാൻ പോകുന്നത്, എത്രത്തോളം ടോക്കണാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്, സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി പറയാം. നിങ്ങളൊരു സിബിൽ ഫോമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 7-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ അക്കൗണ്ടിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരു 2025 എൻഡ് ആവുമ്പോഴേക്കും നമുക്ക് പൈസ സമ്പാദിക്കാൻ ഏതൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം പൈസ മുടക്കാതെ എന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പൈസ കൊടുക്കാതെ തന്നെ കോടികൾ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു പ്രോഫിറ്റ് ചെറുതായിരിക്കാം, ഇല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് വലുതായിരിക്കാം. ഡിപ്പെൻഡ് ഏത് പ്രൊജക്റ്റാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ഒന്ന് കയറുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, റെഗുലർ ആയിട്ട് വീഡിയോ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ 2025 എൻഡിൽ തന്നെ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.